ഉതുപ്പാന്റെ കിണർ. ആ ചെറുനഗരത്തിൽ പലയിടത്തും ഉതുപ്പാനെ കാണാം. ഹോട്ടലുകളുടെ വാതിൽക്കൽ, വണ്ടിപ്പേട്ടയിൽ, വള്ളക്കടവിൽ. ഇളമ്പുറ രാജാവ് എഴുന്നള്ളുന്നത് കണ്ട് ജനങ്ങൾ വഴിയോരത്തു നിന്ന് കൈകൂപ്പി. അവരുടെ മുഖത്തെ പ്രസന്നതയും മനസ്സിലെ ആനന്ദവും. കൈലാസനാഥന്റെ മുടിക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഒരു ബിന്ദു പോലെ, സ്വപ്നം പോലെ. മരവിച്ചു നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു. മാതാജി ആകാശത്തിൽ നിന്നും നയനങ്ങൾ പിൻവലിച്ചു. താഴെ തന്റെ മുന്നിൽ പാദങ്ങളിൽ തലമുട്ടിച്ചു മകൻ. അതെ, മകൻ, ശിഷ്യനല്ല, ആരാധകനല്ല. ചിലപ്പോൾ സിദ്ധിം താഴ്വരയെ വിറപ്പിച്ചുകൊണ്ട് ചീഞ്ഞ മുട്ടയുടെ ദുർഗന്ധ ഭാരമുള്ള ഉപ്പുകാറ്റ് നഗരങ്ങൾക്കുമേൽ ആഞ്ഞടിക്കുക. കൂമൻകാവിൽ ബസു ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതം. അവിടെയെങ്ങോ കാമത്തിന്റെ തീപ്പൊരികൾ കെടാതെ കാത്ത് ഒരു കറുത്ത സുന്ദരി അലയുന്നുണ്ട്. അവിടെയെങ്ങോ വ്രണം പൊട്ടിയ ശിരസുമായി ഒരു ശത്രുവും അലയുന്നുണ്ട്. അത് രണ്ടുമുള്ളപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന രണ്ടാമത്തെ പീഠത്തിന് താൻ അർഹനല്ല. പരിഭ്രമിക്കാനൊന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.